വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു മുതഅല്ലിം സുഹൃത്തുക്കളെ, നമുക്കിവിടെ ചർച്ച ചെയ്യപ്പെടാൻ കിട്ടിയ വിഷയം നിയോ ഫാഷിസം, തീവ്ര വലതുപക്ഷം എന്നുള്ള മാധ്യമങ്ങളെ പിന്താങ്ങുന്നു എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, ഫാഷിസത്തിന്റെ പുതിയൊരു തലം മാറിമറിയുകയാണ്. അതാണ് നമ്മുടെ നിയോ ഫാഷിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്കറിയാവുന്നതുപോലെ പല രാജ്യത്തും, ലോകത്തിന്റെ വിവിധ രാജ്യത്തും ഇന്ന് ഫാസിസത്തിന്റെ ആശയം പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഇസ്രായേൽ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി പോലത്തെ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു വിഭാഗത്തിന്റെ ആശയം മുഴുവനായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തും ഇന്ത്യയിലും അതിന് കുറവൊന്നുമില്ല. പ്രധാനമായിട്ടും നമുക്ക് എടുക്കുകയാണെങ്കിൽ RSS, BJP പോലത്തെ അവരുടെ തീവ്ര ഹിന്ദുത്വ ആശയം മനുഷ്യരിലേക്ക് ഇട്ടുകൊടുക്കുകയും സാധാരണ മനുഷ്യനെ പറ്റിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ RSS ഉണ്ട്. അതായത് 2015 ശേഷം, ഭരണത്തിലേറിയതിനു ശേഷം അവർ ചെയ്ത ഓരോ പ്രവർത്തനവും മുമ്പിൽ കണ്ടു നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമായിട്ടും നോട്ട് നിരോധം, അങ്ങനെ നിരവധി പ്രശ്നങ്ങളും അവർ വന്നതിന് ശേഷം പറയാനുണ്ട്. ഇനി നമുക്ക് അവരുടെ കൊണ്ടുവന്ന വികസനത്തെ ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടൊന്നും പറയാനുമില്ലതാനും. അപ്പോൾ നമുക്ക് ഇതിന് പ്രധാനമായിട്ടും ഇതിൽ പറയാൻ സാധിക്കുന്നത് മാധ്യമങ്ങൾ ഇതിന്റെയൊക്കെ പിന്താങ്ങുന്നു എന്നുള്ളതാണ്. 20ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇറ്റലിയിലൊക്കെ ഇതിന്റെ പ്രഹസനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള പ്രധാനമായിട്ടും RSSന്റെ ഹിന്ദുത്വ ആശയമാണ് നമുക്ക് പ്രധാനമായി പറയാനുള്ളത്. ഒരു സ്ഥലത്ത് മണിപ്പൂർ കലാപം നടക്കുന്നു, പല സ്ഥലത്തും ആൾക്കൂട്ട കൊലപാതകം നടക്കുന്നു, പീഡനങ്ങൾ നടക്കുന്നു. ഇതിനൊക്കെ ബദൽ മാർഗമിടെ ഇതിനെ കൂട്ടിപ്പിടിച്ച് പലരും പ്രവർത്തിക്കുന്നു. കൃത്യമായിട്ട് മാധ്യമങ്ങൾ അതിൽ ഇടപെടുന്നില്ല. ഈയിടത്തൊരു സംഭവം ഉണ്ടായി. ഒരു മുസൽമാൻ കൃത്യമായിട്ട് അവൻ ഒരുത്തനെയും ഉപദ്രവിക്കാതെ, ഒരു മുസൽമാൻ എന്ന നാമധാരിയായിട്ട് മാത്രം അദ്ദേഹം സഞ്ചരിക്കുന്ന സമയത്ത് ഒരു സംഘം വന്ന് അവനെ ആക്രമിക്കുകയാണ്. മുഴുവനായിട്ടും ആക്രമിച്ച് അവശതയിലായി നിൽക്കുന്ന അവനെ ഒന്നും പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ അവനെ അവശതയാക്കി വിടുകയാണ്. എന്തിന്റെ പേരിലായിരുന്നു? മുസ്ലിം എന്ന നാമധാരി മാത്രം. പക്ഷേ നമുക്ക് ചോദിക്കാനുള്ളത്, എത്ര മാധ്യമങ്ങൾ ഇതിനെ റിപ്പോർട്ട് ചെയ്തു? എത്രത്തോളം മാധ്യമങ്ങൾ ഇതിനെ ഏറ്റെടുത്തു? നമ്മുടെ നീറ്റ്, മറ്റുള്ള എക്സാം, വളരെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട എക്സാമുകളാണ് ഇവിടുത്തെ പ്രശ്നത്തിലായിപ്പെട്ടിട്ടുള്ളത്. എത്ര കുട്ടികൾ ഇതിന് വേവലാതിയിലായിട്ടുണ്ട്? എത്ര പാവപ്പെട്ട കുട്ടികളാണ് ഇതിന് എക്സാം എഴുതുന്നത്? പക്ഷേ ഇതിനൊന്നും ശബ്ദിക്കാനോ മറ്റുള്ള പ്രവർത്തനത്തിനോ മാധ്യമങ്ങൾ മുതിരുന്നില്ല. അപ്പോ മാധ്യമങ്ങൾ യഥാർത്ഥ ധർമ്മം നിർവഹിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കും. മണിപ്പൂർ കലാപം എന്ന വളരെ പ്രധാനപ്പെട്ട കലാപം നടന്നിട്ടും പ്രധാനമന്ത്രി ഒരു അക്ഷരം മുണ്ടിയില്ല. മാത്രമല്ല, ആഗോള മാധ്യമങ്ങൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. മറ്റുള്ള രാജ്യങ്ങളും ഇസ്രായേൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മുസ്ലിമീങ്ങളെ മുഴുവനായിട്ടും ഇല്ലാതാക്കാൻ നോക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയം അവിടെ നടക്കുമ്പോൾ ഇതിനെ എത്ര രാജ്യങ്ങൾ പിന്താങ്ങുന്നുണ്ട്? എത്ര രാജ്യങ്ങളാണ് മുസ്ലിമുകളെ കൂടെ നിൽക്കുന്നത്? എത്ര മാധ്യമങ്ങൾ അവരെ ഇത് പിന്താങ്ങുന്നുണ്ട് എന്നുള്ളത് പ്രധാനമായിട്ടും അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഈ നിയോ ഫാഷിസം എന്ന ഈ ഫാഷിസ്റ്റ് ആശയം, ഒരു ഭാഗത്തിന്റെ ആശയം സാധാരണ മനുഷ്യരിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സാധാരണ മനുഷ്യന് അവൻ എന്താണെന്നറിയില്ല. ഇവിടെ നമ്മളെ മണിപ്പൂർ കലാപം വരുമ്പോൾ അവർ വേറെ എന്തെങ്കിലും ഹിന്ദുത്വ ആശയം മനുഷ്യരിലേക്ക് കൊടുക്കും. ഇങ്ങനെ സാധാരണ മനുഷ്യരിലേക്ക് നമ്മൾ ഹിന്ദുക്കളാണ്, അവരുടെ പിന്താങ്ങേണ്ടവരെല്ലാം നമ്മൾ നിന്ന് കൃത്യമായി അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അതായത് ഒരു വോട്ട് ബാങ്ക് നിറക്കുക എന്ന് മാത്രമാണ് അവരുടെ ചിന്തയിലുള്ളത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടി സാധിക്കുന്നു. കാരണം ഒരു സാധാരണ മനുഷ്യന് അവന്റെ താഴെ തട്ടിലുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അവന് ആരും സംസാരിക്കാൻ പാടില്ല. അവനൊരിക്കലും ഒരു മനുഷ്യനും സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവരെ അഡ്രസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം. നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഒരുപാട് കാലം ഇവിടെ ഭരിച്ചു. എന്താണ് അവരുടെ ഭരിക്കുമ്പോൾ നമ്മുടെ നിലപാട് എന്തായിരുന്നു? മുസ്ലിമുകളും ഹിന്ദുക്കളും മറ്റുള്ള എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ ബ്രിട്ടീഷുകാർ ചെയ്തൊരു വ്യവസ്ഥയുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ മുമ്പിലേക്ക് അവർ വരുന്നത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ആശയം അവർ നമ്മളിലേക്ക് ഇട്ടുതരുമ്പോൾ നമ്മൾ ഭിന്നിച്ചു പോവുകയാണ്, നമ്മൾ സ്വന്തം മതത്തിലേക്ക് മാറുകയാണ്. അങ്ങനെ മതത്തിനെ മാറുമ്പോൾ ഇവിടെ രാജ്യം തകരുകയാണ്, മനുഷ്യന്റെ നിലനിൽപ്പില്ലാതാവുകയാണ്. അങ്ങനെ മനുഷ്യന്റെ നിലനിൽപ്പില്ലാതാകുന്ന സമയത്താണ് അതേ ഒരു നിലപാടാണ് ഇപ്പോഴും നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾ മറ്റുള്ള രാജ്യത്തിലും അവന് നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, രാജ്യത്തിന്റെ ഒരു പ്രശ്നം വരുമ്പോൾ ആൾക്കൂട്ട ആക്രമണം നടത്തുമ്പോൾ, കൊൽക്കത്തയിൽ PG ഡോക്ടർ ആക്രമിക്കപ്പെടുമ്പോൾ അതിനെ ശബ്ദിക്കാൻ പോകുമ്പോൾ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി വേറൊരു കാര്യം കൊണ്ടുവരികയാണ്. ബുൾഡോസർ രാജ്യം വരുമ്പോൾ അവിടെ വേറൊരു കാര്യം കൊണ്ടുവരികയാണ്, പ്രവാചകൻ നിന്ദ നടത്തുകയാണ്. ഇങ്ങനെ മനുഷ്യർ വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് അവരിലേക്ക് സ്വന്തത്തിലേക്ക് മാറുന്ന ഒരു അവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവർക്ക് ഒരു വികസനവുമില്ലാതെ സാധാരണക്കാരന് അടിത്തട്ടിലുള്ള പ്രശ്നം, സാധാരണക്കാരനുള്ള വിദ്യാഭ്യാസം, മറ്റുള്ള പ്രവർത്തനങ്ങൾ ഇതൊന്നും കൊടുക്കാതെ, ഇതൊന്നും ആരും ശബ്ദിക്കാൻ പാടില്ല. നമുക്കറിയാം, ഗുസ്തി താരത്തിന് ആക്രമിക്കപ്പെട്ട ബലാത്സംഗ കേസിൽ അവിടെ ആക്രമിക്കപ്പെട്ടു, അതിനെ ശബ്ദിക്കുമ്പോൾ വേറൊരു കേസ് കൊണ്ടുവരികയാണ്. അങ്ങനെ വേറൊരു കാര്യം പറഞ്ഞുകൊണ്ട് മനുഷ്യരെ തമ്മിൽ തല്ലിക്കുകയാണ്. ഇങ്ങനെ മനുഷ്യനെ തമ്മിൽ തല്ലിക്കുകയും മനുഷ്യന്റെ ഒരു തരത്തിലുള്ള താഴെ തട്ടിലുള്ള മനുഷ്യന്റെ ഏതു കാര്യത്തിലും സർക്കാർ ഇടപെടുന്നില്ല. മുഴുവനായിട്ടും ഹിന്ദുത്വ ആശയം, ഫാസിസ്റ്റ് ആശയം അവരുടെ മനസ്സിലേക്ക് കുത്തിനുറക്കുക എന്നുള്ളതല്ലാതെ മറ്റുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് ഉന്നയിക്കാനുള്ളത് മാധ്യമങ്ങളെ മാത്രമാണ്. മാധ്യമങ്ങൾ എത്രത്തോളം ഈ കാര്യത്തിൽ ഇടപെടുന്നു, അവർക്ക് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലല്ലാതെ, അവരുടെ ഒരു തീവ്ര വലതുപക്ഷ ആശയം മുന്നിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതല്ലാതെ മറ്റൊരു പ്രവർത്തനവും അവർ ചെയ്യുന്നില്ല. കൃത്യമായ മാധ്യമ ധർമ്മം അവർ നിർവഹിക്കുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇത്തരത്തിലുള്ള ആശയത്തെ നമ്മൾ എല്ലാവരും എതിർക്കേണ്ടതുണ്ട്. കൃത്യമായി ഇടപെടൽ നടത്തണം. പുതിയ രാജ്യത്തെ നിർമ്മിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം മാത്രമേ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.